നമസ്കാരം സുഹൃത്തുക്കളെ. അടുത്തിടെ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അന്യായമായ തെരഞ്ഞെടുപ്പ് ആയിരിക്കാം. ഇവിടെ നടന്ന തട്ടിപ്പിൻ്റെയും ഇലക്ട്രൽ കൃത്രിമങ്ങളുടെയും നിലവാരം കേട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞെട്ടും. പ്രതിപക്ഷത്തിൻ്റെ ദയനീയ പരാജയം കാരണമാണ് വോട്ട് മോഷണം ഒരു ഒഴികഴിവായി അവതരിപ്പിക്കുന്നത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം. പല മാധ്യമങ്ങളും അങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ട് താനും. ബീഹാർ പരാജയത്തോടെ വോട്ട് ചോരി ആരോപണങ്ങൾ ജനം തള്ളിക്കളഞ്ഞു എന്ന്. എന്നാൽ സത്യം എന്തെന്നാൽ വോട്ട് മോഷണം എന്നത് ഒരു ആരോപണം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും പണം വാങ്ങുന്നില്ല. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വ്യക്തിപരമായി ഒരു പങ്കാളിത്തവും ഉണ്ടായിരുന്നുമില്ല. എനിക്ക് പ്രശാന്ത് കിഷോറിൻ്റെ ജൻസ്വരാജ് പാർട്ടിയോട് ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. കാരണം അതൊരു പുതിയ പാർട്ടിയാണ്, യഥാർത്ഥ വിഷയങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചിരുന്നത്. എന്നാൽ ആരാണ് വിജയിച്ചത് എന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയേയില്ല. ഒരു യഥാർത്ഥ രാജ്യസ്നേഹി എന്ന നിലയിൽ തിരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമായി നടക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ആശങ്ക. ഈ തെരഞ്ഞെടുപ്പിൽ ഏതൊരു കോണിൽ നിന്ന് നോക്കിയാലും തെരഞ്ഞെടുപ്പ് നീതിയുക്തമല്ല എന്നത് വളരെ ദുഃഖകരമാണ്. ഈ വീഡിയോയിൽ ഞാൻ അതിനുള്ള 6 വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ തെളിവുകളെ എതിർക്കാൻ ഞാൻ മോഡി സർക്കാരിനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെല്ലുവിളിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ആരോപണം 10,000 രൂപയുടെ കൈമാറ്റം സംബന്ധിച്ചാണ്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് 6 ദിവസം മുമ്പ് ഒക്ടോബർ 31-നും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് 4 ദിവസം മുമ്പ് 7 നവംബറിനും ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിൽ 10,000 രൂപ വീതം നിക്ഷേപിച്ചു. എൻ്റെ അഭിപ്രായത്തിലും മറ്റ് പലരുടെയും അഭിപ്രായത്തിലും ഇത് വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന നിയമപരമായ കൈക്കൂലിയാണ്. സംഗതി ഇതാണ്: ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ എല്ലാ സ്ത്രീകൾക്കും 10,000 വീതം നൽകുന്നു. സംരംഭത്തിൻ്റെ വിജയത്തിന് അനുസരിച്ച് 6 മാസം കഴിയുമ്പോൾ 2 ലക്ഷം രൂപയുടെ ധനസഹായവും പ്രഖ്യാപിക്കപ്പെട്ടു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ സ്ത്രീകൾ ജീവിക ഹെൽപ്പ് ഗ്രൂപ്പ് അംഗത്വമെടുക്കണം. ഈ പദ്ധതിയിൽ ചേർന്ന സ്ത്രീകളെ ജീവിക ദീദി എന്ന് വിളിക്കപ്പെടും. ഒറ്റ നോട്ടത്തിൽ ഇതൊരു ജനക്ഷേമ പദ്ധതിയാണ്. ഈ പദ്ധതിയെ മാത്രമായി നോക്കുമ്പോൾ എനിക്ക് ഒരു തരത്തിലും ഈ പദ്ധതിയോട് എതിർപ്പില്ലതാനും. കുറേ ആളുകൾ സംരംഭകരായി മാറുന്നത് തീർച്ചയായും നല്ലതാണ്. പക്ഷേ പ്രശ്നം ഈ പദ്ധതിയുടെ സമയക്രമമാണ്. ഇതെങ്ങനെ നടപ്പിൽ വരുത്തുന്നു എന്നതാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള സെപ്റ്റംബറിൽ ഈ പദ്ധതി കൊണ്ടുവരികയും വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് പണം വിതരണം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ പണം കിട്ടി മറ്റാർക്കെങ്കിലും വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇല്ല. 2 ലക്ഷം രൂപ വീണ്ടും കിട്ടണമെങ്കിൽ തങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാണ് വോട്ടർമാരെ സ്വാധീനിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ ഇത് തീർച്ചയായും അനുവദിക്കാൻ പാടില്ലായിരുന്നു. കാരണം മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർക്കാർ ഇത്തരം ധനവിതരണം നടത്തരുത് എന്ന്. ബീഹാറിൽ ഒക്ടോബർ 6-ന് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പക്ഷേ ഇതിന് ശേഷം ഒക്ടോബർ 17-ന്, 24-ന്, 31-ന്, നവംബർ 7-ന് പണവിതരണം നടന്നു. മനസ്സിലാക്കുക, ബീഹാർ രാജ്യത്തെ ഏറ്റവും ദരിദ്ര സംസ്ഥാനമാണ്. അവിടെ വോട്ടെടുപ്പിന് മുമ്പ് 10,000, ജയിച്ചാൽ 2 ലക്ഷം. ഇത് തെരഞ്ഞെടുപ്പാണോ അതോ ചിട്ടി ഫണ്ടിൻ്റെ പരസ്യമാണോ? 25 ദിവസം കഴിയുമ്പോൾ ക്യാഷ് ഇരട്ടിക്കും എന്ന് പറയും പോലെ. ഇത്തരം പ്രവൃത്തികൾ ചരിത്രത്തിൽ ഒരു കാലത്തും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല, ഒരു സാഹചര്യത്തിലും. മാർച്ച് 2004-ൽ തമിഴ്നാട് ഗവൺമെൻറ് കർഷകർക്ക് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ തടഞ്ഞു. ഈ ആനുകൂല്യം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് 1 വർഷം മുമ്പേ തുടങ്ങിയിരുന്നു, എന്നിട്ടും തടഞ്ഞു. 2011-ൽ DMK സർക്കാർ സൗജന്യമായി കളർ TV കൊടുക്കുന്ന പദ്ധതിയും തടയപ്പെട്ടു. ഈയിടെ തന്നെ 2024 മാർച്ചിൽ വ്യത്യസ്ത പദ്ധതികളിലായി 14,165 കോടി രൂപ വിതരണം ചെയ്യുന്ന ആന്ധ്രാപ്രദേശ് സർക്കാർ പദ്ധതിയും തടയപ്പെട്ടു. 2023 നവംബറിൽ തെലങ്കാനയിൽ കർഷകർക്ക് ഏക്കറിന് 5,000 രൂപ വെച്ച് കൊടുക്കാനുള്ള പദ്ധതിയും EC തടഞ്ഞിട്ടു. നിങ്ങൾക്ക് ജനക്ഷേമ പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് 5 വർഷത്തിനുള്ളിൽ വോട്ടെടുപ്പ് ദിവസം അടുപ്പിച്ചല്ലാതെ ചെയ്യണം എന്നായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതുവരെയുള്ള നിലപാട്. പക്ഷേ ബീഹാറിൽ ഇത്തരമൊരു ചരിത്രം കാറ്റിൽ പറത്തപ്പെട്ടു. ഇതിനു പുറമെ വോട്ടെടുപ്പിൻ്റെ 2 ഘട്ടങ്ങളിലുമായി 1,80,000 ജീവിക ദീദിമാർക്ക് തിരഞ്ഞെടുപ്പ് സന്നദ്ധ പ്രവർത്തകർ ആയി അവസരവും ലഭിച്ചു. അങ്ങനെ അവർ ബീഹാറിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ പ്രചാരകർ കൂടിയായി. വിചിത്രമായി തോന്നുന്നില്ലേ? ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത നിലയ്ക്ക് മാതൃകാ പെരുമാറ്റച്ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കാറ്റിൽ പറത്തി എന്നതിന് പുറമെ അതേ സംസ്ഥാനത്തെ 1,80,000 സ്ത്രീകളെ ഇതേ പദ്ധതിയുടെ പ്രചാരകർ കൂടിയാക്കി.
ഇത്തരം ഒരു കാരണം മാത്രം തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി അട്ടിമറിക്കാൻ പര്യാപ്തമാണ്. ഇനി തുടർന്ന് ഇത്ര തന്നെ വ്യാപ്തിയുള്ള 5 കാരണങ്ങൾ കൂടി കേൾക്കൂ. ഇതാ രണ്ടാമത്തേത്: വ്യാജ വോട്ടർമാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ബീഹാറിലും വന്ന് വോട്ട് ചെയ്തു. ഇത് നരേന്ദ്രകുമാർ ഡൽഹിയിലും ബീഹാറിലും വോട്ട് ചെയ്തു. അജിത് ഝാ വോട്ട് ചെയ്തത് ഹരിയാനയിലും ബീഹാറിലും ഡൽഹിയിലും. ഓൾട്ട് ന്യൂസിലെ സുബൈർ ഇത്തരം 7-8 ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ ആളുകളൊക്കെ ആകട്ടെ തങ്ങളുടെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഞാൻ അവിടെ വോട്ട് ചെയ്തു, ഇവിടെയും വോട്ട് ചെയ്തു, അവിടെയും വോട്ട് ചെയ്തു എന്ന നിലയ്ക്ക് പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. 3 എപ്പിക് നമ്പറുകൾ എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തത്വങ്ങൾ അനുസരിച്ച് ഒരിക്കലും നടക്കുന്ന ഒന്നല്ല. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം പറഞ്ഞോ? ഇല്ല. ഇത്രയധികം ഉദാഹരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര പേർ ബീഹാറിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടാകും? ബീഹാറിലാകട്ടെ വ്യാജ വോട്ടർമാരെ തടയാൻ SIR നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. SIRന് ശേഷവും എങ്ങനെ വ്യാജ വോട്ടർമാർ വരുന്നു? റിപ്പോർട്ടറിലെ 2 പത്രപ്രവർത്തകർ ഇതിനെപ്പറ്റി നീണ്ട ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ബീഹാറിൽ 243 മണ്ഡലങ്ങളിലുമായി 14.35 ലക്ഷം സംശയിക്കാവുന്ന വോട്ടർമാർ ഉണ്ടെന്ന്. അതിൽ തന്നെ 3.42 ലക്ഷം വോട്ടർമാർ 2 സംസ്ഥാനത്തെയും വോട്ടർ ഐഡികളും പ്രായവും ഒന്ന് തന്നെയാണ്. അതിൽ തന്നെ 10,000 വോട്ടർമാർക്ക് 3 അതിൽ കൂടുതലോ എപ്പിക് ഐഡികളുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, നിങ്ങൾക്ക് വിശകലനം ചെയ്യാം. വ്യാജ വോട്ടർമാരെ തടയുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് വളരെ ലളിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. അത് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതുമാണ്. പക്ഷേ അതിലും ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ കൃത്യവിലോപം കാണിച്ചു. ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് നേരെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ട് ഇത്തവണ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വ്യാജ വോട്ടർമാരെ തടഞ്ഞില്ല? ഇലക്ഷൻ കമ്മീഷൻ ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാജ വോട്ടർമാർ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നോ? ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ടർ കളക്റ്റീവിലെ CEO ഇലക്ഷൻ കമ്മീഷന് മെയിൽ അയച്ചപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടിയാണ് ലഭിച്ചത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ പരിഗണിക്കണമെന്ന്. 2 സുപ്രധാനമായ തെളിവുകൾക്ക് ശേഷം ഇത് 3ാമത്തെ തെളിവ് കേൾക്കൂ. സ്പെഷ്യൽ ട്രെയിൻസ്. ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് പ്രത്യേക ട്രെയിനുകൾ കൊണ്ടുവരുന്നു. സുപ്രീം കോടതി വക്കീൽ കപിൽ സിബൽ പ്രത്യേക പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തി. ഹരിയാനയിൽ നിന്നും ബീഹാറിലേക്ക് നവംബർ 3 മാത്രം 4 പ്രത്യേക തീവണ്ടികൾ സർവീസ് നടത്തി. 10 മണിക്ക്, 11 മണിക്ക്, 3 മണിക്ക്, 4 മണിക്ക്. കപിൽ സിബൽ ഊന്നിപ്പറയുകയാണ്, അവർ യഥാർത്ഥ വോട്ടർമാർ ആണെങ്കിൽ അവർക്കെന്തിന് പ്രത്യേക തീവണ്ടി അയക്കണം? ABP ന്യൂസിൽ ഇക്കാര്യം വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായി മോഡി ഗവൺമെൻറ്റാണ് അവരുടെ മുഴുവൻ ചെലവുകളും ടിക്കറ്റും എടുക്കുന്നതെന്ന് അവർ മറുപടി പറയുന്നുമുണ്ട്. സ്ത്രീകളുടെ കൂട്ടവും പുരുഷന്മാരുടെ കൂട്ടവും യുവാക്കളുടെ കൂട്ടവുമെല്ലാം ഇതേ മറുപടി ആവർത്തിക്കുന്നുണ്ട്. തിരിച്ചു പോകുന്ന ചെലവിനെപ്പറ്റിയും റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. അതും അവർ തന്നെ നോക്കിക്കോളും എന്നായിരുന്നു മറുപടി. എന്തിന്? BJPയുടെ തന്നെ പ്രധാന നേതാക്കൾ ഈ കാര്യം കൂസലില്ലാതെ സമ്മതിക്കുന്നുണ്ട്. BJP അവർക്ക് വേണ്ടി പണം അടയ്ക്കും എന്ന്. BJP അവരുടെ ഫണ്ടിൽ നിന്നും പണം മുടക്കി ഭക്ഷണവും വെള്ളവും വാങ്ങിക്കൊടുത്ത് ആളുകളെ ബീഹാറിൽ എത്തിച്ച് വോട്ട് ചെയ്യിക്കുന്നു. അത് നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നില്ലേ? എന്തായാലും ഈ കാര്യമൊന്ന് നോക്കൂ. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 ഇന്ത്യയിൽ ഇലക്ഷൻ എങ്ങനെ നടത്തണമെന്നും നടത്തരുതെന്നും ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഏതെങ്കിലും സ്ഥാനാർത്ഥി ഏതെങ്കിലും വോട്ടർക്ക് വീട്ടിലേക്ക് എത്താനുള്ള ചെലവ് വഹിക്കുന്നത് തെറ്റാണെന്ന് ഇതിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായി കണക്കാക്കും. അപ്പോൾ നിയമം അനുസരിച്ച് ഹരിയാനയിൽ നിന്നും പ്രത്യേക തീവണ്ടിയിൽ ആളെ കൊണ്ടുവരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ചോദ്യം ചെയ്യേണ്ട കാര്യമാണ്. അതുണ്ടായോ? ഇല്ല. ആം ആദ്മിയിലെ ഡൽഹി നേതാവ് സൗരവ് ഭരദ്വാജ് പത്രസമ്മേളനം നടത്തി 3 ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. SIRൻ്റെ ഭാഗമായി, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായി BJP അവരുടെ വിശ്വസ്ത വോട്ടർമാരെ കണ്ടെത്തുകയും അവരുടെ വോട്ട് നഷ്ടമായിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലും ഡൽഹിയിലും പോരാ, അവരെ ബീഹാറിൽ പോലും വോട്ട് ചെയ്യാൻ അയച്ചിട്ടുമുണ്ട് എന്നും. ഇതേ കാര്യം രാഹുൽ ഗാന്ധിയും ആരോപിച്ചിട്ടുണ്ട്. BJPയുടെ ആളുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ പോയി വോട്ട് ചെയ്യുന്നുണ്ട് എന്നും ഈ കള്ളത്തരത്തിന് തെളിവുകൾ കൃത്യമായി മറയ്ക്കുന്നുണ്ട് എന്നും. എത്രയൊക്കെ മറച്ചാലും ഇതിന് ചില തെളിവുകൾ ബാക്കിയുണ്ടാവില്ലേ? ഉണ്ടാവേണ്ടതാണ്. CCTV ഫൂട്ടേജ്.
ആരൊക്കെ വോട്ട് ചെയ്യാൻ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്, ആരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്, ഈ വിവരങ്ങളൊക്കെ തീർച്ചയായും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാകേണ്ടത് ആണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ CCTV ഫുട്ടേജുകളും പുറത്തുവിടാൻ തയ്യാറല്ല. മുമ്പ് 1961 നിയമം അനുസരിച്ച് ₹1 ഫീസ് അടയ്ക്കാതെ ആർക്കും വോട്ടെടുപ്പ് സംബന്ധിച്ച പേപ്പറുകൾ ലഭ്യമാകേണ്ടത് ആണ്. പക്ഷേ 2024 CCTV ഫുട്ടേജ് കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് പ്രാച്ച ഡൽഹി, ഹരിയാന ഹൈക്കോടതികളിൽ അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷയ്ക്ക് മറുപടിയായി തിരഞ്ഞെടുപ്പ് പേപ്പറുകളുടെ ഭാഗമാണ് CCTV ഫുട്ടേജ് എന്നും വിധി പുറപ്പെട്ടു. അതായത് CCTV ഫുട്ടേജ് ഏതൊരാൾക്കും ലഭ്യമാകാമെന്ന്. പക്ഷേ 1961 തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത സംബന്ധിച്ച നിയമങ്ങളിൽ മോഡി സർക്കാർ 2024 ഡിസംബർ 20 ചില ഭേദഗതികൾ വരുത്തി. CCTV ഫുട്ടേജ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച പേപ്പറുകളുടെ ഭാഗമല്ല എന്നതായിരുന്നു ഭേദഗതി. അതായത് ഇനി കോടതി വഴി അപേക്ഷിച്ചാൽ പോലും CCTV ഫുട്ടേജുകൾ ലഭ്യമാവില്ല എന്നതാണ് ഇപ്പോഴത്തെ നിയമം. അതിന് പുറമെ 2025 ജൂൺ 20 ഇലക്ഷൻ കമ്മീഷൻ പുതിയ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചു. പ്രശ്നകരമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വോട്ടെടുപ്പിന് ശേഷം 45 ദിവസങ്ങൾക്കുള്ളിൽ CCTV ഫുട്ടേജ് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യണമെന്ന്. അതായത് CCTV ഫുട്ടേജ് ലഭ്യമാവില്ല എന്ന് മാത്രമല്ല, 45 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യണമെന്നും കൂടി. CCTV ഫുട്ടേജ് എന്തുകൊണ്ട് ലഭ്യമാക്കുന്നില്ല, എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യണം എന്നതിനൊക്കെ വിശദീകരണവുമായി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ തന്നെ നേരിട്ടെത്തി. നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും പെൺമക്കളുടെയും വീഡിയോ പുറത്തുവിടണമോ എന്നായിരുന്നു ആ വിശദീകരണം. പക്ഷേ യുക്തിപരമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ബെഡ്റൂമിലെ CCTV ഫുട്ടേജ് അല്ലല്ലോ ആവശ്യപ്പെടുന്നത്, വോട്ടെടുപ്പ് പ്രക്രിയയുടേതല്ലേ, ഓരോ പോളിംഗ് ബൂത്തിലേതുമല്ലേ. ഇതിനിടെ മുൻ ഇലക്ഷൻ കമ്മീഷൻ രാജീവ് കുമാർ മറ്റൊരു വിശദീകരണവുമായി രംഗത്തെത്തി. ഒരു വ്യക്തി CCTV ഫുട്ടേജ് കാണാൻ 8 മണിക്കൂർ ഒരു ബൂത്തിലേതിന് മാത്രം ചെലവഴിക്കണം. അപ്പോൾ മൊത്തം ബൂത്തിലെയും CCTV ഫുട്ടേജ് കണ്ടു തീർക്കാൻ ഏകദേശം 3600 വർഷങ്ങൾ വേണ്ടിവരും. ഇത് എന്തിന് ആർക്കെങ്കിലും വേണം? ഇതിൽ നിന്നൊക്കെ ഇലക്ഷൻ കമ്മീഷൻ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം സുവ്യക്തമാണ്. ഇനി 5ാമത്തെ പ്രധാനപ്പെട്ട തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. വോട്ടർമാരെ ഒഴിവാക്കൽ, വോട്ടർ ഡിലീഷൻ. 2025 ജൂണിനും സെപ്റ്റംബറിനും ഇടയിൽ ബീഹാറിൽ നടന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വഴി ഏകദേശം 46 മുതൽ 47 ലക്ഷം വരെ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. SIRന് മുമ്പ് 7.89 കോടി പേര് ഉണ്ടായിരുന്നത് SIRന് ശേഷം 7.42 കോടിയായി കുറഞ്ഞു. ജനസംഖ്യയുടെ കണക്കനുസരിച്ച് ഏകദേശം 80 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് കാണാതായി. പ്രതിപക്ഷത്തിന് കൂടുതൽ സ്വാധീനമുള്ള വോട്ടർമാരാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിട്ടതെന്ന് ദി വയറിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിപക്ഷം അതിശക്തമായിരുന്ന സീമാഞ്ചൽ മേഖലയിൽ ബീഹാറിലെ ശരാശരി 5.9% അപേക്ഷിച്ച് 7.7% ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ആദ്യ ഡ്രാഫ്റ്റ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 65 ലക്ഷം പേരിൽ 24.7% മുസ്ലിങ്ങളായിരുന്നു. അന്തിമ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തവരിൽ ഇത് ഏകദേശം 33% ആയിരുന്നു. ബീഹാറിലെ മുസ്ലിം ജനസംഖ്യ 16.9% മാത്രമേ ആയിരിക്കെയാണിത്. ദളിതർ, ആദിവാസികൾ തുടങ്ങി പ്രതിപക്ഷത്തിന് കൂടുതൽ വോട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെയും ഇത് സാരമായി ബാധിച്ചു. തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി പരാതിപ്പെടുന്ന സാധാരണക്കാരുടെ നിരവധി വീഡിയോകളും പല ചാനലുകളും കാണിക്കുന്നുണ്ടായിരുന്നു. ചിലർ വോട്ട് ചെയ്യാൻ പോയപ്പോൾ അവരുടെ വോട്ട് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും പരാതികളുണ്ട്. 6ാമത്തെ തെളിവ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്ഷപാതം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിൻ്റെ പൂർണ്ണമായ ഒരു മാതൃക രൂപപ്പെട്ടിരിക്കുന്നു. BJPക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് തിരഞ്ഞെടുപ്പ് തീയതികൾ പോലും തീരുമാനിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് 2021 പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് 8 ഘട്ടങ്ങളിലായി നടന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രചാരണം കഴിഞ്ഞ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പശ്ചിമ ബംഗാളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആരോപണമുണ്ട്. BJP നേതാക്കൾ മാതൃകാ പെരുമാറ്റച്ചട്ടം ആവർത്തിച്ച് ലംഘിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കാത്തതിൻ്റെ ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നരേന്ദ്രമോദി നടത്തിയെന്ന് പറയുന്ന വർഗീയ പരാമർശങ്ങൾ പോലും ഇലക്ഷൻ കമ്മീഷൻ പൂർണ്ണമായും അവഗണിച്ചു.
ഇനി ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനം. ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനം നിഷ്പക്ഷമാക്കാൻ സുപ്രീം കോടതി 2023 മാർച്ചിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവർ അടങ്ങിയതായിരുന്നു ഈ കമ്മിറ്റി. എന്നാൽ 2023 ഡിസംബറിൽ മോഡി സർക്കാർ ഒരു പുതിയ ബിൽ കൊണ്ടുവന്ന് ചീഫ് ജസ്റ്റിസിനെ ഈ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും പകരം ഒരു കേന്ദ്രമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിലൂടെ സർക്കാരിന് ഇഷ്ടമുള്ളയാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ കഴിയും. ബന്ധുത്വ നിയമനങ്ങൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ 2025 ജൂൺ 24 ബീഹാറിലെ SIR പ്രഖ്യാപിച്ചതിന് തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മരുമകൻ മനീഷ് ബൻസലിനെ സഹരാൻപൂരിൻ്റെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ആയി നിയമിച്ചു. ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകൾ മേധ രൂപത്തെ ഉത്തർപ്രദേശിലെ ഏറ്റവും ഡിമാൻഡുള്ള പോസ്റ്റുകളിലൊന്നായ നോയിഡയുടെ ജില്ലാ മജിസ്ട്രേറ്റ് ആക്കി. SIR നടപ്പിലാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇത്രയും നല്ല പോസ്റ്റിങ്ങുകൾ ലഭിച്ചത് വെറും യാദൃച്ഛികമാണോ എന്ന ചോദ്യം നിലനിൽക്കുന്നു. ഉപസംഹാരം. ഈ 6 വ്യക്തമായ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നു. ഇത്രയും തെളിവുകളുണ്ടെങ്കിൽ എന്തിനാണ് കോടതിയെ സമീപിക്കാത്തത് എന്ന് ചിലർ ചോദിച്ചേക്കാം. എന്നാൽ 2023 മോഡി സർക്കാർ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഔദ്യോഗിക പദവിയിലിരിക്കുമ്പോൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കെതിരെ ജീവിതത്തിൽ ഒരിക്കലും കേസെടുക്കാൻ കഴിയില്ലെന്ന് ഈ നിയമത്തിൽ ഒരു പുതിയ വകുപ്പ് കൂട്ടിച്ചേർത്തു. കമ്മീഷണർമാർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് എന്ത് കാര്യം? എന്നിരുന്നാലും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ഉൾപ്പെടെയുള്ള സിവിൽ ലിബർട്ടീസ് ഗ്രൂപ്പുകൾ SIRനെ കോടതിയിൽ ചോദ്യം ചെയ്തു. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. SIR നടപ്പിലാക്കിയത് 65 ലക്ഷം പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെറിയ തെറ്റുകളായി തള്ളിക്കളഞ്ഞു. നീക്കം ചെയ്ത പേരുകൾ വെബ്സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി ഇലക്ഷൻ കമ്മീഷനോട് ഉത്തരവിട്ടെങ്കിലും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തുടരാൻ അനുവദിച്ചു. ബീഹാർ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടവും രണ്ടാം ഘട്ടവും അവസാനിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം പോലും വന്നു. പക്ഷേ SIRനെക്കുറിച്ചുള്ള കോടതിയിലെ വാദം ഇപ്പോഴും തുടരുകയാണ്. രാജ്യചരിത്രത്തിലെ ഏറ്റവും അന്യായമായ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിട്ടും മാധ്യമങ്ങൾ ഈ 6 തെളിവുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേയില്ല. പകരം NDA വിജയിച്ചതിൻ്റെ കാരണങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാക്കളായ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഇത് ഹൈജാക്ക് ചെയ്യപ്പെട്ടതായി അഭിപ്രായപ്പെട്ടിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കേണ്ടതായിരുന്നു. വരുന്ന സമയം ഇന്ത്യൻ ജനാധിപത്യ സമയത്തിൽ പ്രവചനാതീതമായിരിക്കും. ഓരോ തെരഞ്ഞെടുപ്പുകളിലും കൃത്രിമങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയാണ്. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJPയിൽ നിന്ന് പഠിച്ച് ഇതേ നിയമപരമായ കൈക്കൂലിക്ക് ശ്രമിച്ചേക്കാം. ഇപ്പോൾ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കോടതി വിധികൾ വരുമോ എന്നതിലാണ് ചോദ്യം. എല്ലാ തട്ടിപ്പുകൾക്ക് ശേഷവും പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ BJPക്ക് വിജയിക്കാൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ ദുഃഖകരമായ സത്യം ഏതൊരു പാർട്ടി അധികാരത്തിൽ വരുന്നു എന്നതല്ല, മറിച്ച് തിരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകുന്നു എന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വായു മലിനീകരണം, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ പരാജയം, ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയവ ഒരു വിഷയത്തിനും തെരഞ്ഞെടുപ്പുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. കാരണം ഈ കളി പൂർണ്ണമായും സാങ്കേതിക കൃത്രിമങ്ങളുടെ അല്ലെങ്കിൽ ടെക്നിക്കൽ മാനിപ്പുലേഷൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു രാഷ്ട്രീയ വിവാദമായി കരുതി നിങ്ങൾ അവഗണിക്കുന്നുണ്ടോ? അതോ രാജ്യത്തിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നുണ്ടോ? തീരുമാനം നിങ്ങളുടേതാണ്. ജയ് ഹിന്ദ്.